ഞാനൊരിക്കലും ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. വെറുതെ തമാശന് പോയതാണ് ഞാൻ ശബരിമലയ്ക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മകരജ്യോതി ആര് കത്തിച്ചാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഇമോഷൻ്റെ മനുഷ്യരുടെ ശബ്ദം ഇങ്ങനെ ശരണയ്യപ്പ എന്നുള്ള വിളികള് തിരമാല പോലെ ഇങ്ങനെ അടിക്കുന്നത് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. എപ്പോഴും മകരവിളക്ക് വരുമ്പോഴും അയ്യപ്പനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു മെൻഷനിങ് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്ന്, ഞാൻ ഭക്തിഗാനങ്ങൾ വളരെ കുറവ് എഴുതിയിട്ടുള്ളൂ. കാരണം ഇല്ലാത്ത ഒരുപാട് ഭക്തന്മാരെ, അതിൻ്റെ പല ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയുടെ പല ലെവലിലുള്ള ഒരുപാട് പേരെ പരിചയമുള്ളത് കൊണ്ടിട്ട് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് വെച്ചിട്ട് ഞാൻ എഴുതാത്ത ഒരു സെക്ഷനാണ്. സിനിമയിൽ എഴുതിയിട്ടുണ്ട്, എന്തേ നീ കണ്ട പോലെയുള്ള, പിന്നെ ക്രിസ്ത്യൻ ഇതിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നമ്മൾ പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഭക്തി ആൽബമൊക്കെ വളരെ കുറവേ ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടുണ്ട്. അത് പൊന്മലമേലെ പുഞ്ചിരി പൂത്താൽ അമ്പലമേടും പൊന്നൊളി തൂകും. അത് അയ്യപ്പൻ്റെ ഇത് എനിക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരിക്കലും ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഭക്തിയൊന്നും ഒട്ടും തൊട്ട് തെറിക്കാത്ത എൻ്റെ MA പീരീഡ്, എം എക്ക് പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വെറുതെ തമാശന് പോയതാണ് ഞാൻ ശബരിമലയ്ക്ക് തമാശന് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ടഫായിട്ടുള്ള ഈ മല കയറുക, അതും ചെരുപ്പില്ലാതെ മല കയറുക. അങ്ങനെ മല കയറി വരുമ്പോൾ തന്നെ കാല് തട്ടി കാലിൻ്റെ അടിവശം പൊളിഞ്ഞു. ആ പൊളിഞ്ഞ കാലം വെച്ചിട്ട് ചവിട്ടി കയറി അവസാനം സന്നിധാനത്തിലെത്തി. സന്നിധാനത്തിലെത്തുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അപ്പോൾ പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയും എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് ഒരു ഭക്തിയില്ലാതെ ഞാനവിടെ എല്ലാവരും മേട്ടിലേക്ക് നോക്കുന്നു, ഞാനും മേട്ടിൽ നോക്കി നിൽക്കുന്നു. ഇത് കഴിഞ്ഞാൽ അവിടെ ജ്യോതി തെളിയുന്ന സമയത്ത് സന്നിധാനത്തു നിന്ന് ശരണം വിളിച്ചു കൊടുക്കുന്നു. ഇത്രയും മനുഷ്യർ ശരണം ഏറ്റു വിളിച്ചിട്ട് മല മുഴുവൻ, ഈ മലമേട് കംപ്ലീറ്റ് വൈബ്രേറ്റ് ചെയ്യാണ്. എനിക്കിപ്പോൾ പറയുമ്പോഴും എൻ്റെ രോമം എഴുന്നേക്കും. കാരണം അതൊരു എന്താ പറയണ, മാസ് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ ഒരു ഫീലായിരുന്നു. മകരജ്യോതി ആര് കത്തിച്ചാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഇമോഷൻ്റെ, അതായത് മലയിലിങ്ങനെ വേവ്സ്, ഇങ്ങനെ മനുഷ്യരുടെ ശബ്ദം ഇങ്ങനെ ശരണയ്യപ്പ എന്നുള്ള വിളികൾ തിരമാല പോലെ ഇങ്ങനെ അടിക്കുന്നത് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വാത്സല്യം തുളുമ്പുന്ന ഒരു മുഖമുണ്ട്. അതെൻ്റെ അമ്മുമ്മയുടെ മുഖമാണ്. ദേവകി അമ്മുമ്മ അസാമാന്യ മുരുകഭക്തയായിരുന്നു. അമ്മുമ്മയുടെ എല്ലാ കാര്യങ്ങളും സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്, ചെറുപ്പത്തിൽ താമസിച്ച അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വെക്കേഷൻ ഏതെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴാണ് ഞങ്ങൾ വലിയൊരു ആഘോഷപൂർവ്വം അമ്മയുടെ വീട്ടിലേക്ക് വരിക. ഈ അമ്മയുടെ വീടിൻ്റെ പ്രത്യേകത, തമ്മിൽ ഒരു 2 കിലോമീറ്ററിൻ്റെയൊക്കെ ദൂരം ഉള്ളെങ്കിൽ തന്നെ ഈ പാലാരിവട്ടത്തുള്ള, ഇന്നത്തെ പാലാരിവട്ടമല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വീട് എത്ര ഏക്കർ സ്ഥലത്ത് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഉപദ്വീപോ മറ്റൊക്കെ എന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ആകെ കൂടെ തറവാടും പിന്നെ വേറൊരു അപ്പൂപ്പൻ്റെ അനിയൻ്റെ വീട്, അങ്ങനെ 2-3 വീടുകൾ മാത്രമാണ് അത്രയും സ്ഥലത്തുള്ളത്. ബാക്കി മുഴുവൻ മരങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ കാര്യവും ഞങ്ങൾ കലൂർ വീടുമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ വ്യത്യസ്തമായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നൊക്കെ പറയുന്നത് പോലെ ടോട്ടലി ഇതൊരു 3 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂഖണ്ഡം, വേറൊരു ഭൂഖണ്ഡം, വേറെ ജീവികൾ. ഇവിടെയുള്ള മനുഷ്യർ മുഴുവൻ വേറെ തരത്തിലായിരുന്നു. ഇപ്പോൾ കലൂര് അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാം കൺട്രോൾ ചെയ്യുന്ന എത്രയോ പേര്, 60 ആൾക്കാരൊക്കെ ആയിരുന്നു അച്ഛൻ്റെ വീട്ടിൽ. അത്ര വലിയ കൂട്ടുകുടുംബമായിരുന്നു. അവിടെ
ഭയങ്കര ഡിക്റ്ററെ പോലെയുള്ള അച്ഛൻ്റെ അമ്മ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങേറ്റം പയസ്സായിട്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ ഭൂപ്രകൃതി എല്ലാം ഇതിനനുസരിച്ചും മറ്റൊരു ലോകമായിരുന്നു. കാരണം തടിപ്പാലം, തെങ്ങിൻ്റെ തടിപ്പാലം കടന്നിട്ടാണ് ഞങ്ങൾ ആ തറവാട്ടിലേക്ക് വരുന്നത്. ഇത് മുഴുവൻ അതായത് സൂര്യപ്രകാശം ഉള്ളിൽ വീഴാത്ത തരത്തിൽ തിക്കായിട്ട് വളർന്നു നിൽക്കുന്ന അസാമാന്യ വലിപ്പമുള്ള മരങ്ങൾ, വലിയ പുളികൾ, പ്ലാവുകൾ. പോരാത്തതിന് ഇതിലുള്ള എല്ലാ മനുഷ്യരും സാധാരണ മനുഷ്യരുടെ ഒരു ഭാവമുള്ള ആൾക്കാരല്ല, വേറെ ജീവികളാണ്. അത് മനുഷ്യർ മാത്രമല്ല, ഒരു കരിങ്കുരങ്ങ്, പിന്നെ വയസ്സായി കണ്ണ് കാണാത്ത ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു നായ. അപ്പം ഇതിന് പാമ്പ് ഊതിയിട്ട് കണ്ണ് പോയതാണെന്നൊക്കെയാണ് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് മാത്രമല്ല, അമ്മുമ്മയെ കാണാൻ വേണ്ടി രാവിലെ എത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു ആനക്കാളിയമ്മ ഉണ്ടായിരുന്നു. ആനക്കാളിയമ്മ ബ്ലൗസൊന്നും ഇടില്ല, ഒരു മുണ്ടും തോളത്ത് മാറിടം മറച്ചിട്ട് വേറൊരു തുണിയാണ് ഇട്ടിരിക്കുക. സൈസ് കൊണ്ടിട്ടാണ് കാളിയമ്മയുടെ പേര് ആനക്കാളിയമ്മയായത്, നല്ല സൈസും. അപ്പോൾ അമ്മുമ്മയുടെ ക്ലോസ് ഫ്രണ്ടാണ്, അമ്മുമ്മയുടെ ഒരു ബോഡി ഗാർഡ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ആനക്കാളിയമ്മ. പിന്നെ അത് കൂടാതെ വേറെ കുറേ പേര് ഈ തറവാടിൻ്റെ പല 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 ദൂരങ്ങളിൽ മാവിൻ്റെ ചുവട്ടിൽ ഒരു ഉള്ളാടത്തി ഉണ്ടാവും, ഇവരോടെ ഉണ്ടാവും. അമ്മുമ്മ രാവിലെ തന്നെ കട്ടൻ ചായയും പപ്പടമാണ് ഇവർ സൽക്കരിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് കൊടുക്കും. ഇതെല്ലാം ആസ്വദിച്ച് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യുകയായിരുന്നു അമ്മുമ്മയുടെ പ്രധാന ഹോബി. ഇത് കൂടാതെ സിനിമ കാണും. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ സിനിമ അത് കന്ദൻ കരുണ എന്ന് പറയുന്ന പടം. അത് പലയിടത്തുനിന്നും തമ്മനം റൂട്ടിൽ ഓരോ ഓല മേഞ്ഞിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ആദ്യത്തെ ഓർമ്മയാണ് സിനിമയെ പറ്റിയുള്ളത്. അങ്ങനെ അതിൽ അധികം സീൻസൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ, അമ്മുമ്മയാണ് നമ്മൾ അപ്പോഴൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴൊക്കെ മുരുകൻ സ്ക്രീനിൽ വരണുണ്ടോ അപ്പോഴൊക്കെ അമ്മുമ്മ മുരുക 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 എന്ന് പറഞ്ഞിട്ട് തൊഴുതുകൊണ്ടിരിക്കും. പക്ഷെ അന്ന് മനസ്സിൽ പതിഞ്ഞ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ ലോകത്തിൽ എത്രയും പാട്ടുകൾ നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു പാട്ടില്ല. അത് തിരുപ്പരം കുன்றത്തിൽ നീ സിരിത്താൽ മുരുക തിരുത്തണി മലൈ മീതെ എതിരൊലിക്കും. യഥാർത്ഥത്തിൽ മനസ്സിൽ കിടന്ന ആ പാട്ടിനോടുള്ള ഇഷ്ടമാണ് പൊന്മലമേലേ പുഞ്ചിരി പൂത്താൽ അമ്പലമേടും പൊന്നൊളി തൂകും എന്ന് ഞാൻ എഴുതാൻ കാരണം തിരുപ്പരം കുன்றത്തിൽ ആ പാട്ടാണ്.